മലപ്പുറം കാളികാവ് ഉദരപ്പൊയിലിൽ 2.5 വയസ്സുകാരിയുടെ മരണത്തിൽ ദുരൂഹത. പിതാവ് മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നാണ് ആരോപണം. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്ന് പറഞ്ഞാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ഇന്നലെ അവരെ വിളിച്ച് ഫോൺ ചെയ്ത് ഞാൻ അച്ഛൻ്റെ എടുത്തേക്ക് ഒന്ന് കട്ടാക്കി. പിന്നെ ഞാൻ തിരിച്ചടിച്ച് പോകാൻ പറഞ്ഞ് കുട്ടി മരിച്ചിക്കണ്, എന്താ സംഭവിച്ചു വെച്ച്. അപ്പോൾ പോകാൻ പറഞ്ഞു ഇങ്ങനെ ഇപ്പം നമ്മൾ അത് ന്യൂസ് കൊടുത്ത മാതിരി ഇങ്ങനെ കൊല്ലി കുടുങ്ങിയതാന്ന് പറഞ്ഞു. ഇഞ്ച് കുട്ടിക്ക് കൊല്ലി കുടുങ്ങിയിട്ടില്ല, ഇഞ്ച് കുട്ടിക്ക് ഒരു അസുഖമല്ല, ഇഞ്ച് കൊന്നതന്നെ ഈ കറണ്ട് കുട്ടീനെ ഇഞ്ച് പറഞ്ഞിട്ടല്ല ഇവിടുന്ന് കൊണ്ടുപോയിട്ട് പറഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത്. അപ്പോൾ സമയത്ത് കുട്ടി ഇവിടെ മുന്നിൽ വെച്ചിട്ടാണ് കുട്ടീനെ കൊന്നത്. കുട്ടീനെ അലമാറമ്മ കുന്തിയിട്ടും കട്ടിലുമ്മക്ക് എറിഞ്ഞിട്ടും അടിച്ചിട്ടും കുത്തിയിട്ടും കൊല്ലി പിടിച്ച് ഞെക്കിങ്ങാണ്ടൊക്കെ കൊന്നിക്കണത്. ഓൻ്റെ ഇമ്മയും പെങ്ങളും അളിയനും നോക്കി നിൽക്കണം അവിടെ. കുട്ടി പറഞ്ഞു എന്നോട് ഇന്നലെ. സമീർ ബിൻ കരീമുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. സമീർ, ഈ ആരോപണങ്ങളൊക്കെ പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ടോ? സമീർ, ഉന്മേഷ്, നിലവിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം നൽകുന്നില്ല. പോലീസ് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ എന്താണ് മരണകാരണം എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരൂ എന്നാണ്. ഇന്നലെ ഉച്ചക്കാണ് ഈ 2.5 വയസ്സുകാരിയായിട്ടുള്ള ഫാത്തിമ നസ്രീൻ എന്ന് പറയുന്ന കുട്ടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് കുട്ടിയെ വണ്ടൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ ഈ കുട്ടിയുടെ പിതാവ് ഈ പാരിസ് പറഞ്ഞത് ഈ കുട്ടി ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മാതാവ് ഇന്നാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മാതാവ് പറയുന്നത് തുടർച്ചയായി ഈ കുട്ടിയെ പിതാവ് മർദ്ദിക്കാറുണ്ടെന്നും ഇന്നലെയും മർദ്ദിച്ചുവെന്നും കുട്ടിയെ വീട്ടിൽ വെച്ച് എറിഞ്ഞ് കൊലപ്പെടുത്തി എന്നുള്ളതുമാണ് ഈ കുട്ടിയുടെ മാതാവ് വ്യക്തമാക്കുന്നത്. വീട്ടിൽ വെച്ച് തന്നെ മരിച്ചിരുന്നുവെന്നും മാതാവ് ആരോപിക്കുന്നു. ഇത് ചൂണ്ടിക്കാട്ടി നിലവിൽ ഈ കാളികാവ് പോലീസിന് മാതാവ് പരാതിയും നൽകിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കുട്ടിയുടെ ശരീരത്തിൽ മുറിവേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. ഒന്ന് കഴുത്തിൽ മുറിവുണ്ട്, അതോടൊപ്പം തന്നെ ശരീരത്തിൽ കരുവാളിച്ച പാടുകളും ഈ ശരീരത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് നേരത്തെ ഉള്ളതാണോ അതോ ഇന്നലെ സംഭവിച്ചതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട്. ഉന്മേഷ്, ശരി. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരൂ എന്നാണ് സമീർ റിപ്പോർട്ട് ചെയ്യുന്നത് മലപ്പുറത്ത് നിന്ന്.